ഞാൻ അബ്ദുൽ ഹഫീൽ കാസർഗോഡ് നിന്നാണ്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഒരുപാട് അവതരണങ്ങൾ നടന്നു. അതിലെ ആദ്യ അവതാരകൻ പറഞ്ഞ ഒരു പരാമർശത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവതാരകൻ പറയുകയുണ്ടായി, ത്വരീഖത്തിൻ്റെയും തസവൂഫിൻ്റെയും ഭാഗത്ത് അദ്ദേഹത്തിന് ചില ആശയ വ്യതിയാനങ്ങൾ സംഭവിച്ചു. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹിക്ക് ത്വരീഖത്തും തസവൂഫിൻ്റെ വിഷയങ്ങളിൽ ആശയ വ്യതിയാനം സംഭവിച്ചു. എന്ന് വെച്ചാൽ ബിദ്അത്ത്, ഹറാമായ ഒരു തസവൂഫിൻ്റെ സരണി, തസവൂഫ് എന്ന് പറഞ്ഞാൽ ഖവാരിജും ഖദരിയത്തിനെ പോലെ ഒരു പുത്തൻ പ്രസ്ഥാനമാണ് എന്നാണല്ലോ അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഒരു പുത്തൻ പ്രസ്ഥാനത്തിന് അദ്ദേഹം ത്വരീഖത്ത് ഉണ്ടാക്കുന്ന വിഷയത്തിൽ അദ്ദേഹം മുൻകൈയെടുത്തു എന്ന രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ത്വരീഖത്തും തസവൂഫുമുണ്ട്, അദ്ദേഹം ഉണ്ടാക്കിയ ത്വരീഖത്തുമുണ്ട്, തസവൂഫുമുണ്ട്. അത് തന്നെയും ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഗൗസുൽ ആളം അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തസവൂഫും ത്വരീഖത്തും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പിന്നെ എങ്ങനെയാണ് എന്ന് അദ്ദേഹം തന്നെ വിവരിച്ചു. മുരീദന്മാരുണ്ടാക്കി, നിയമങ്ങൾ ഉണ്ടാക്കി, ആദാബുകൾ ഉണ്ടാക്കി എന്നൊക്കെ വിവരിച്ചു. അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി ബിദ്അത്തിന്റെ ആളാണ്, ഹറാമു ചെയ്ത ആളാണ് എന്നല്ലേ നിങ്ങളുടെ നിലപാട്? എൻ്റെ ചോദ്യം അവസാനിച്ചു. വളരെ നല്ല ഒരു ചോദ്യമാണ് ബഹുമാനനായ സുഹൃത്ത് അബ്ദുൽ ഹഫീദ് എന്ന് പരിചയപ്പെടുത്തിയ സഹോദരൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ വിഷയാവതരണം അദ്ദേഹം വ്യക്തമായി കേട്ടു, ശ്രദ്ധിച്ചു. അതിൽ നിന്നുണ്ടായ ചില സംശയങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ വർഷം 470 ജനിച്ച് 560 മരണപ്പെട്ട 90 കൊല്ലം ജീവിച്ച ഒരു പ്രബോധകനാണ്. ഏതൊരു മനുഷ്യൻ്റെ വാക്കിലും ചെയ്തിയിലുമൊക്കെ സ്വീകരിക്കാൻ പറ്റിയതും സ്വീകരിക്കാൻ പറ്റാത്തതും ഉണ്ടാകുമെന്നത് അഹ്ലുസുന്ന പഠിപ്പിച്ച അടിസ്ഥാനമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ മദീനയിൽ മസ്ജിദ് നബവിയിൽ ദീന് പഠിപ്പിച്ച മഹാനായ പണ്ഡിതനാണല്ലോ. അദ്ദേഹം നബിതങ്ങളുടെ ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമായിരുന്നു, ഈ ഖബറിൽ കിടക്കുന്ന ആളുടേതല്ലാത്ത മറ്റാരുടെ വാക്കിലും തള്ളേണ്ടതുമുണ്ടാകും, കൊള്ളേണ്ടതുമുണ്ടാകും. ഇല്ലാ സ്വാഹിബ ഹാദൽ ഖബർ, ഈ ഖബറാളിയുടേത് ഒഴിച്ച്, അഥവാ നബിതങ്ങളുടേത് ഒഴികെ. നബിതങ്ങൾ പറഞ്ഞാൽ അതിൽ പിന്നെ തള്ളേണ്ടതില്ല, സ്വീകരിക്കേണ്ടതേയുള്ളൂ. മറ്റാരു പറഞ്ഞാലും ആരും മഅ്സൂമീങ്ങളല്ല, പാപ സുരക്ഷിതരല്ല, തെറ്റുപറ്റാത്തവരല്ല. അത് ഷെയ്ഖ് ജീലാനിക്കും ബാധകമാണ്. ഷെയ്ഖ് ജീലാനി കർമ്മശാസ്ത്ര രംഗത്തിൽ ആദ്യം ഷാഫിഈ മദ്ഹബായിരുന്നു, പിന്നെ അത് ഉപേക്ഷിച്ച് ഹംബലിക്ക് പോകുന്നതാണ്. ഖുതുബിയത്ത് കാണാം, അശ്ശാഫിഈ യതഫസ്സറൽ ഹംബലിയ ബിലാ ഹസ്ൻ ലിതഹ്തത ബിൽ ഖൈറൈനി മുഅ്തദിലാ. ഷെയ്ഖ് താങ്കൾ ആദ്യം ഷാഫിഈ ആയിരുന്നു, പിന്നെ ഹംബലിയായി. അഖീദയിലും ഷെയ്ഖ് ഹംബലിയാണ്, അശ്അരിയല്ല. അശ്അരിയല്ലെന്ന് മാത്രമല്ല, അശ്അരികളുടെ വിശ്വാസം തന്നെ ശരിയല്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച ആൾ കൂടിയാണ് ഷെയ്ഖ് ജീലാനി. അശ്അരികൾ പറയുന്ന, മാതുരിദികൾ പറയുന്ന അല്ലാഹു തആലയുടെ നാമഗുണ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയത്തിലും അശ്അരി ത്വരീഖത്ത്, അശ്അരി നിലപാട് ശരിയല്ലെന്ന് വാദിക്കുകയും അത് ബിദ്അത്തിന്റെ വാദമാണ് എന്ന് തന്നെ പഠിപ്പിക്കുകയും ചെയ്താണ് ഷെയ്ഖ് ജീലാനിയും ജീലാനി ശിഷ്യന്മാരായി പിന്നീട് രംഗത്ത് വന്ന ഹംബലി പണ്ഡിതന്മാരുമൊക്കെ. വിശ്വാസ മേഖലയിൽ ഇമാം അഹ്മദിന്റെ നിലപാടാണ് ഇമാം ഷെയ്ഖ് ജീലാനി തന്റെ നിലപാടായി പ്രഖ്യാപിച്ചത്. ഇമാം അഹ്മദിന്റെ നിലപാടാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ഷെയ്ഖ് ജീലാനി ചോദിക്കുന്നുണ്ട്, ഇമാം അഹ്മദിന്റെ വിശ്വാസമല്ലാത്തൊരു വിശ്വാസം സ്വീകരിക്കുന്ന ഒരാൾ വലിയാകുമോ? ജീലാനി പറഞ്ഞു, മാ കാന വലാ യകൂനു, അത് ഉണ്ടായിട്ടില്ല, അതൊട്ട് ഉണ്ടാവുകയുമില്ല. അപ്പം ആ നിലയ്ക്ക് സലഫി അഖീദയാണ് പല വിഷയത്തിലും ഷെയ്ഖ് ജീലാനി സ്വീകരിച്ചത്. എന്നാൽ മാനുഷികമായി ചില അബദ്ധങ്ങളൊക്കെ വിശ്വാസരംഗത്ത്, അതുപോലെ ചില നിലപാടുകളിൽ ഷെയ്ഖ് ജീലാനിക്ക് സംഭവിച്ചിട്ടുണ്ട്, സംശയമേതുമില്ല. അത് ഞങ്ങളാരെങ്കിലും സ്വന്തമായി ഉണ്ടാക്കി പറഞ്ഞ ഒരു കാര്യമൊന്നുമല്ല. ഷെയ്ഖ് ജീലാനിയെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. ഈ ഗ്രന്ഥം തന്നെ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി വ ആറാഉഹു അൽ ഇഅ്തിഖാദിയ്യ വ സൂഫിയ്യ എന്ന് പറയുന്ന ഒരു പഠനമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും സൂഫി നിലപാടുകളും
വിശ്വാസരംഗത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകളും ഇങ്ങനെ രണ്ടാക്കി വേർതിരിക്കുകയും അദ്ദേഹം ഹംബലി മദ്ഹബ് കർമ്മരംഗത്തും ഇമാം അഹമ്മദിന്റെ വിശ്വാസ സരണിയും സ്വീകരിച്ചുവെന്ന് പറയുന്ന അതേ സമയം തന്നെ അതല്ലാത്ത മറ്റു ചില വഴികൾ അദ്ദേഹം അതിനെ കൂടെ സ്വീകരിച്ചു പോന്നു. അത് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട അഖീദക്ക് എതിരാണ്. അതിനർത്ഥം ഷെയ്ഖ് ജിലാനി പുത്തൻവാദിയാണെന്നോ ഷെയ്ഖ് ജിലാനി ഹറാം ചെയ്തു എന്നൊന്നും അതിനർത്ഥമില്ല. അങ്ങനെയൊന്നും നമ്മുടെ വിശ്വാസത്തിൽ പറഞ്ഞിട്ടുമില്ല. കേട്ടപ്പോൾ അങ്ങനെ തോന്നിയെങ്കിൽ അത് നല്ല ലക്ഷണമാണ് എന്ന് മാത്രം. ഏതായിരുന്നാലും ഷെയ്ഖ് ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി സൂഫി നിലപാടുകൾ പലതിലും സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇമാം അഹമ്മദിന്റെ നിലപാടല്ല. അദ്ദേഹം ഖാദിരിയ ത്വരീഖത്തിന്റെ സ്ഥാപകനായി വന്നു തന്നെയാണ്. അത് ചില ന്യായങ്ങൾ പിൽക്കാലത്ത് പലരും ചൂണ്ടിക്കാണിക്കുന്നു. അന്നത്തെ കാലത്ത് ആളുകളെ ശരിയായ ഇതിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ത്വരീഖത്തിന്റെ പേരിൽ ഒരു ത്വരീഖത്തുണ്ടാക്കുകയും ആ ത്വരീഖത്തിലൂടെ കിതാബും സുന്നത്തും പഠിപ്പിക്കുകയുമാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് ചിലർ അതിന് ന്യായമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പല വിഷയത്തിലും അദ്ദേഹം ത്വരീഖത്തിന്റെ തസവുഫിന്റെ മാർഗം സ്വീകരിക്കുകയും മുരീദ്, റിയാദകള്, ബൈഅത്തുകള് തുടങ്ങിയ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതും അല്ലാത്തതുമായ വ്യത്യസ്തമായ വഴികളെ അദ്ദേഹം അതിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. തവക്കുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശരിയായ അഹ്ലുസുന്ന പറഞ്ഞ നിലപാടല്ല അദ്ദേഹം സ്വീകരിച്ചത്. അഹ്ലുസുന്ന സ്വീകരിച്ച തവക്കുല് എന്നത് അസ്ബാബുകൾ പ്രാവർത്തികമാക്കുകയും അതിനപ്പുറമുള്ളത് റബ്ബിൽ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അല്ലാഹ് നിശ്ചയിച്ച കാര്യകാരണ ബന്ധങ്ങളെ, വ്യവസ്ഥകളെ ഉപയോഗിക്കുക, അവലംബം പടച്ച റബ്ബിലാവുക. വ്യവസ്ഥകളെ ഒഴിവാക്കലല്ല തവക്കുല്. വ്യവസ്ഥകളെ ഉപയോഗിക്കുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ചികിത്സിക്കുക തുടങ്ങിയ വഴികൾ ഉപയോഗിക്കുക എന്ന ആശ്രയം പടച്ച റബ്ബാവുക. ഷെയ്ഖ് ജീലാനി അതും പാടില്ല എന്ന് പഠിപ്പിച്ച ആളാണ്. ആ അസ്ബാബുകളും പാടില്ല. കുല്ലു ഷൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സ്വനമുക എന്നാണ് ഷെയ്ഖ് ജീലാനി ഫുതുഹുൽ ഗൈബിൽ പരിചയപ്പെടുത്തിയത്. ഏതൊക്കെ വസ്തുവിൽ, ഏത് കാര്യത്തിൽ നീ അവലംബിച്ചുവോ അതെല്ലാം നിന്റെ വിഗ്രഹമാണ്. ഫലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബി. ഖൽബിൽ ശിർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് തൗഹീദ് പറഞ്ഞാൽ നിനക്ക് പ്രയോജനമില്ല. അദ്ദേഹം ശിർക്കായി പറഞ്ഞത് ഏതാ? അസ്ബാബുകൾ സ്വീകരിക്കലാണ്. അസ്ബാബുകൾ പോലും സ്വീകരിക്കാൻ പാടില്ല. ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല. ഒരാളെ മുമ്പിലും ഒന്നും അവതരിപ്പിക്കാൻ പാടില്ല. മാ സഅല നാസ മൻ സഅല ഇല്ലാ ലിഖില്ലതി മഅരിഫതിഹി. ഒരാൾ ഒരു മനുഷ്യനോട് ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹിനെ പറ്റിയുള്ള അറിവിന്റെ കുറവ് കൊണ്ടാണ് അയാൾ ചോദിക്കുന്നത്. വമാ തഅഫഫ മൻ തഅഫഫ. ചോദിക്കാതെ മാറി നിന്നാൽ അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടാണ് അവൻ മാറി നിൽക്കുന്നത്. അപ്പോൾ ഒരു സൃഷ്ടിയെയും ഒരു പടപ്പിനെയും ഒരു മനുഷ്യനെയും ഒന്നിനും ആശ്രയിക്കാനോ ഉപയോഗിക്കാനോ ഒന്നും പാടില്ല. അസ്ബാബടക്കം ഒഴിവാക്കുക എന്ന തവക്കുലാണ് ജീലാനി പഠിപ്പിച്ച തവക്കുല്. ആ തവക്കുല് അഹ്ലുസുന്ന പഠിപ്പിച്ച തവക്കുലല്ല. ആ തവക്കുല് സൂഫി തവക്കുലാണ്. അതിവിടെ ഗസാലിയാണ് ആദ്യമായി അങ്ങനെ പരിചയപ്പെടുത്തിയത്. അതാണ് പിന്നീട് അവർ വ്യത്യസ്തമായ വഴികളിൽ കൊണ്ടുവന്നത്. ഗസാലിയും ജീലാനിയും ഏതാണ്ട് ഒരു കാലക്കാരാണ്. ജീലാനി 470 ജനിച്ചു, 560 മരിച്ചു. ഗസാലി 505 മരിച്ചു. ജീലാനിയേക്കാൾ 56 കൊല്ലം മുമ്പാണ് ഗസാലി മരണപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ ചില വിഷയത്തിലൊക്കെ അഖീദയുമായി ബന്ധപ്പെട്ട ചില മേഖലകളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച ചില അബദ്ധങ്ങളെ ശേഷക്കാരായ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വകയായി പറഞ്ഞതല്ല. എന്നാൽ 90% വിഷയങ്ങളും ഹംബലി വിശ്വാസപ്രകാരമാണ്. ഇമാം അഹമ്മദിന്റെ അഖീദ പ്രകാരം തന്നെയാണ് ഷെയ്ഖ് ജീലാനി മുന്നോട്ട് പോയത് എന്ന് കാണാൻ കഴിയും. ഹാദാ വല്ലാഹു അഅലം. അപ്പോൾ നിങ്ങളുടെ മറുപടി സവിസ്തരം ശ്രദ്ധിച്ചു. നിങ്ങൾ ഫൈസൽ മൗലവിയോടാണ് അവതരിപ്പിക്കുമ്പോൾ ഷെയ്ഖ് ജീലാനിക്ക് ചേർക്കപ്പെട്ടത് ഷെയ്ഖ് ജീലാനി ഇങ്ങനെ ഒന്നും അല്ല, ഷെയ്ഖ് ജീലാനിക്ക് ത്വരീഖത്തൊന്നും ഇല്ല എന്ന രൂപത്തിലല്ലേ ഇത്ര നേരം അവതരിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ആദ്യ അവതാരകന് പറ്റിയ അത് പറഞ്ഞതാണ്, സത്യം അള്ളാഹു വെളിവാക്കിയതാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ ശരിയാണ്, ഷെയ്ഖ് ജീലാനി ഒരു ത്വരീഖത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണ് ത്വരീഖത്ത് ഉണ്ടാക്കിയത്? കിതാബും സുന്നത്തും അനുസരിച്ച് ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി. അത് ഫൈസൽ മൗലവി ഇനി ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് തോന്നിയതാണെന്ന് പറയോ? കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഷെയ്ഖ് ജീലാനി ത്വരീഖത്ത് ഉണ്ടാക്കിയത്. ആ ത്വരീഖത്തിലാണ് ഞങ്ങളുള്ളത്. കിതാബും സുന്നത്തും അല്ലാത്ത മറ്റൊന്നിനെയും ഇമാമിങ്ങളും അതേപോലെ മദ്ഹബിന്റെ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളും സ്വീകരിക്കാതെ മറ്റൊന്നിനെയും സ്വീകരിക്കരുത് എന്ന് പഠിപ്പിക്കാനാണ് ജീലാനി തങ്ങൾ ത്വരീഖത്ത് ഉണ്ടാക്കിയത്. ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തെ. സുഹൃത്തെ സമാധാനിക്കൂ, ചോദിക്കാം. ചോദ്യം ചോദിക്കാം. ഒരു മിനിറ്റ് ജസ്റ്റ് നിങ്ങൾ സമയം തരും. നിങ്ങൾ എന്തിനാണ് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ വേദി ഉണ്ടാക്കിയത്? ലഘുവായ വാക്കുകളല്ലേ? ഞാൻ ലഘുവായ വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ,
വ ഇന്നി അലാ ഖദമിൻ നബി ബദറിൽ കമാലി. ഷേഖ് ജീലാനി പറഞ്ഞത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിലാണ് എന്ന് വെച്ചാൽ എൻ്റെ ത്വരീഖത്ത് ഉണ്ടാക്കിയത് ഫൈസൽ മൗലവി പറഞ്ഞതുപോലെ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടി നിങ്ങൾ ത്വരീഖത്തിനെ എതിർക്കുന്നു? കിതാബും സുന്നത്തും അനുസരിച്ച് ഒരാൾ ജീവിക്കാൻ ത്വരീഖത്ത് ആവശ്യമാണ് എന്നല്ലേ നിങ്ങൾ ഇവിടെ അംഗീകരിച്ചു വരുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ ത്വരീഖത്തിനെ എതിർക്കുന്നു? ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ തസ്കിയത്താണ്. ഇന്ന തസവ്വുഫ കുല്ലുഹു ലഹുൽ അദബ്. അദബ് ഇസ്ലാമികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിനെ സ്വീകരിക്കുക, അല്ലാത്തതിനെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ത്വരീഖത്ത്. അതാണ് ഗൗസുൽ ആലം പഠിപ്പിച്ചത് എന്ന് ഫൈസൽ മൗലവിയോട് വ്യക്തമായി പറഞ്ഞു. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് എന്താണ് ഫൈസൽ മൗലവി പറയാനുള്ളത്? അതിൽ ഒന്നാമത് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് വിശ്വാവതകരൻ പറഞ്ഞ സമയത്ത് ഇമാം മഹാനായ ജീലാനി തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൽ ഹസീബ് ചോദ്യം ചോദിച്ചത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് മറുപടി പറഞ്ഞ സമയത്ത് ഒന്ന് ഫൈസൽ മൗലവി തുടങ്ങിയതു തന്നെ നബിമാർ മാത്രമാണ് പാപസുരക്ഷിതർ, മനുഷ്യർക്കെല്ലാവർക്കും തെറ്റുപറ്റുമെന്നതിന് ഇമാം മാലിക് റഹിമഹുല്ലയുടെ കൗലും ഉദ്ധരിച്ചു. അതിന് ശേഷം പിന്നീട് പറഞ്ഞത് ആദ്യകാലത്ത് ഷാഫിഈ മദ്ഹബ് പിൻപറ്റിയിരുന്ന ആളായിരുന്നു ഷെയ്ഖ് ജീലാനി എങ്കിൽ പിന്നീട് ഹംബലി മദ്ഹബിലേക്ക് മാറുകയും അഖീദയുടെ വിഷയത്തിൽ പോലും അദ്ദേഹം ഹംബലി ത്വരീഖത്തിനെയായിരുന്നു എടുത്തിരുന്നത്, അല്ലെങ്കിൽ ഹംബലി മദ്ഹബിനെയാണ് സ്വീകരിച്ചത്. ആ ഹംബലി മദ്ഹബിൽ ആയിരിക്കെ തന്നെ ഇമാം ഗസാലിയെ പോലെയുള്ള ആളുകൾ പഠിപ്പിച്ചിട്ടുള്ള തവക്കുൽ അഥവാ സബബുകളെ സ്വീകരിക്കുന്നത് ശിർക്കാണ് എന്ന വാദത്തിലേക്ക് അദ്ദേഹം പോകുകയും ആ രംഗത്ത് അദ്ദേഹത്തിന് പിഴവ് സംഭവിക്കുകയും ചെയ്തു. സ്വാഭാവികമാണ്, മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ പിഴവ് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് എന്തെങ്കിലും തെറ്റു സംഭവിച്ചാൽ തന്നെ അത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കാർക്കുമില്ല എന്നതാണ് മൊത്തത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ട് പറഞ്ഞത്. ഇതിലൊരിക്കലും തന്നെ മഹാനായ ജീലാനിയുടെ ത്വരീഖത്തിനെ സത്യപ്പെടുത്തുകയോ അത് പിൻപറ്റുകയോ ചെയ്യണമെന്നല്ല പറഞ്ഞത്. മറിച്ച് അഹ്ലുസുന്നയുടെ അഖീദയായി കൊണ്ട് എണ്ണപ്പെടുന്ന ഹംബലി മദ്ഹബിലെ അസ്ലിൽ നിന്ന് തന്നെ തെറ്റിപ്പോയ ആളാണ്, അതല്ലെങ്കിൽ ആ രംഗത്ത് പല തെറ്റുകളും സംഭവിച്ചു എന്നതിനുള്ള തെളിവായി കൊണ്ടാണ് ഗസാലി ഇമാമിന്റെ അഖീദയിലെ തന്നെ തവക്കുലുമായി ബന്ധപ്പെട്ട വിഷയത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ഭാഗം ഫൈസൽ മൗലവി തന്നെ ചേർത്ത് പറയുന്നതായിരിക്കും. അൽഹംദുലില്ലാ, അദ്ദേഹം ഇപ്പം രണ്ടാമതിലേക്ക് കൂട്ടിച്ചോദിച്ചത് ഷെയ്ഖ് ജീലാനി ത്വരീഖത്തുണ്ടാക്കി അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കാനാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ത്വരീഖത്തിനെ നിങ്ങൾ എതിർക്കുന്നതെന്നാണ്. രണ്ടു കാരണമാണ്. ഒന്ന്, ഷെയ്ഖ് ജീലാനി ഇമാം അഹമ്മദിന്റെ മദ്ഹബ് അഖീദയിൽ സ്വീകരിക്കുന്നുവെന്ന് പറയുന്നു. ഇമാം അഹമ്മദ് ത്വരീഖത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഇമാം അഹമ്മദിന്റെ മദ്ഹബിൽ അഖീദയിൽ ത്വരീഖത്തുകൾക്ക് സ്ഥാനവുമില്ല. എന്നല്ല, അത്തരം ത്വരീഖത്തുകളെ അതിശക്തമായി എതിർത്ത ആൾ കൂടിയാണ് ഇമാം അഹമ്മദ്. അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദിനെ അഖീദ സ്വീകരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച ഒരു പണ്ഡിതനിൽ വന്ന ഒരു അബദ്ധം തന്നെയാണ് ത്വരീഖത്ത് ഉണ്ടാക്കി എന്നത്. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഷെയ്ഖ് ജീലാനി ഉണ്ടാക്കിയ ഖാദിരിയ്യ ത്വരീഖത്തും ഇന്നുള്ള ഖാദിരിയ്യ ത്വരീഖത്തും യാതൊരു ബന്ധവുമില്ല. അത് രണ്ടും രണ്ടാണ്. ഏതുപോലെ ഷിയാക്കൾ പറയും ഞങ്ങൾ അലിയുടെ കക്ഷിയാണ്, അപ്പൊ അലി ഞങ്ങളും സമ്മതിക്കുമല്ലോ, പിന്നെന്താ ഞങ്ങൾ ആക്ഷേപിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. പേര് തന്നെ ഷിഅത്തു അലീന, അലിയുടെ പാർട്ടി. അലിയുടെ മക്കൾ വല്ല വിരോധമുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ അലിയുടെ വിരോധമില്ലെങ്കിൽ അലിയുടെ പാർട്ടിയായി ഞങ്ങളോട് എന്തിന് വിരോധം എന്ന് ഷിയ ചോദിച്ചാൽ നമുക്ക് എന്താണോ മറുപടി അത് തന്നെയാണ് ഇന്ന് ത്വരീഖത്തുകാരെ നടക്കുന്ന ആളുകൂടെ നമുക്ക് പറയാനുള്ളത്. ത്വരീഖത്തിന്റെ പേരിൽ ഇവർ ഞങ്ങളൊക്കെ അവതരിപ്പിച്ചതും ഇനി അവതരിപ്പിക്കാത്തതുമായ 100,000 അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളൊന്നും ഷെയ്ഖ് ജീലാനി ത്വരീഖത്തെ പേരിൽ പഠിപ്പിച്ചിട്ടില്ല. ഷെയ്ഖ് ജീലാനിക്ക് പരിചയമില്ലാത്ത, ഷെയ്ഖ് ജീലാനി പഠിപ്പിക്കാത്ത, ഷെയ്ഖ് ജീലാനി സ്വീകരിക്കാത്ത തരത്തിലാണ് പിന്നീട് ത്വരീഖത്തിന്റെ പേരിൽ വന്നത്. ഖാദിരിയ്യ ത്വരീഖത്തിൽ പേരിടും എന്നുള്ള എല്ലാം ഖാദിരിയല്ല, എല്ലാം ഒരു മാതിരിയാണ് എന്നേ ഉള്ളൂ. ഖാദിരിയത്തുമായി യാതൊരു ബന്ധവുമില്ല. ഇന്ന് ബാലുവ ത്വരീഖത്ത് ഖാദിരിയാണ്, ആനന്ദ ത്വരീഖത്ത് ഖാദിരിയാണ്, ജീലാനി ത്വരീഖത്ത് ഖാദിരിയാണ്. ഇങ്ങനെ ഒരുപാട് ത്വരീഖത്തുകൾ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ കൈവഴികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രംഗത്തുണ്ട്. അവരും ഖാദിരിയത്തും തമ്മിൽ എന്തു ബന്ധം? യാതൊരു ബന്ധവുമില്ല. ഷെയ്ഖ് ജീലാനി പഠിപ്പിച്ചത് ഈ ഉത്തരം കേൾക്കുന്നില്ല, ഉത്തരം ശ്രദ്ധിക്കുന്നില്ല, ഉത്തരം ശ്രദ്ധിക്ക്, ചോദിച്ചാൽ മാത്രം പോരല്ലോ. ഷെയ്ഖ് ജീലാനി പഠിപ്പിച്ചത്
ഇജ്അലിൽ കിതാബ വസ്സുന്നത അമാമക വലാ തഗ്തറ ബിൽ ഖീലി വൽ ഖാലി വൽ ഹൗസ്. കിതാബും സുന്നത്തുമാണ് നിന്റെ മുമ്പിൽ നീ വെക്കേണ്ടത്. അതാണ് നിന്റെ പ്രമാണമായി, നിന്റെ മാതൃകയായി നീ സ്വീകരിക്കേണ്ടത്. കീല കാല തുടങ്ങിയ, അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു പറയപ്പെട്ടു തുടങ്ങിയ അത്തരം കീല കാലകളിൽ നീ പെട്ടുപോകരുത്. ഇന്നുള്ളതോ കിതാബും സുന്നത്തും ഇല്ല, പകരം കീല കാലകളാണ്. കിതാബും സുന്നത്തും അല്ല, പകരം കീല കാലകളാണ്. എല്ലാം അങ്ങനെ ആര് പറഞ്ഞു ഒരു പിടുത്തില്ല. കീല, ഹുക്കിയ, റുവിയ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കഥകൾ ഉണ്ടാക്കുക, അതെല്ലാം ഖാദിരിയ്യ ത്വരീഖത്തിന്റെ പേരിൽ ചേർത്തി വെക്കുക. ഷെയ്ഖ് ജീലാനി പറഞ്ഞു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ കൽബ് നീ പള്ളിയാക്കണം. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനെ കൂടെ ഒരാളോടും നീ ദുആ ചെയ്യരുത്. കാരണം അല്ലാഹ് പറഞ്ഞിരിക്കുന്നു വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഇത് പഠിപ്പിച്ച ആളാ ജീലാനി. ഇന്നോ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ പേരിൽ ആ ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ജീലാനിയോട് പോലും സങ്കടം പറയുന്നു. ഇത് ജീലാനി ഷെയ്ഖ് പഠിപ്പിച്ചതല്ല. ഷെയ്ഖ് ജീലാനിയുടെ അഭിപ്രായ വീക്ഷണപ്രകാരം നേരത്തെ സൂചിപ്പിച്ച പോലെ അസ്ബാബുകൾ പോലും സ്വീകരിക്കാൻ പറ്റില്ല. പ്രാർത്ഥന പിന്നെയല്ല, അസ്ബാബുകൾ പോലും സ്വീകരിക്കാൻ പാടില്ല. അതെല്ലാം ശിർക്കാണ്. പടച്ച റബ്ബ് മാത്രം, മറ്റൊന്നിനും ഒരു ആശ്രയവും ഒരു അവലംബവും പാടില്ല എന്ന് സൂഫി തൗഹീദ് പഠിപ്പിച്ചു. എന്നിട്ട് ആ മഹാന്റെ പേരിൽ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ മറവിൽ ഈ വക എല്ലാം കൊണ്ടടക്കുന്നു. ഇന്ന് കുത്തുബിയ്യത്ത് മൊയ്തീൻ ഷെയ്ഖിന് പരിചയമുണ്ടോ? ഖാദിരിയ്യ ത്വരീഖത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കുത്തുബിയ്യത്ത്. അബ്ദുൽ ഹഫീദ് നിങ്ങൾ ശ്രദ്ധിക്കണില്ല, അത് ശരിയല്ല. നിങ്ങൾ ചോദ്യം ചോദിക്കുക, നിങ്ങൾ വേറെ പണിയെടുക്കുക, അത് കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കുക ശരിയാണോ? നിങ്ങൾ കേൾക്കി ഇങ്ങനെ കേൾക്കാൻ രണ്ട് കൽപ്പ് നിങ്ങൾ അവിടെയൊന്നുമില്ലല്ലോ. അവരാണെങ്കിൽ തന്നെ കഴിയില്ല, അല്ലെങ്കിൽ ഏതായാലും കഴിയില്ലല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതും ഇന്ന് കൊണ്ടടക്കും രണ്ടും രണ്ടാണ്. ഖാദിരിയ്യ ത്വരീഖത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കുത്തുബിയ്യത്ത്. കുത്തുബിയ്യത്തും ഷെയ്ഖ് ജീലാനിയും വല്ല ബന്ധമുണ്ടോ? ജീലാനി വഫാത്തായി ഏതാണ്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ആ കുത്തുബിയ്യത്ത് ഉണ്ടാകുന്നത്. ഷെയ്ഖ് ജീലാനി വഫാത്തായത് ഹിജ്റ 560. കുത്തുബിയ്യത്ത് ഉണ്ടാക്കിയാൽ വഫാത്തായത് ഹിജ്റ 1115. 1115. അപ്പൊ ജീലാനി മരിച്ച് 500 കൊല്ലത്തിലേറെ കഴിഞ്ഞിട്ടാണ് കുത്തുബിയ്യത്ത് ഉണ്ടാക്കിയ സലഖത്തുല്ലാഹിൽ കാഹിലി എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരൻ വഫാത്താകുന്നത്. അപ്പൊ പിന്നെ ഖാദിരിയ്യ ത്വരീഖത്തും ഈ കുത്തുബിയ്യത്ത് എങ്ങനെ ജീലാനിക്ക് ബന്ധമുണ്ടാവുക? മുഹീദ്ദീൻ മാല 400 കൊല്ലം മുമ്പ് കോഴിക്കോട്ട് നിന്നുണ്ടായത്. മുഹീദ്ദീൻ ഷെയ്ഖ് മരിച്ച് ഏതാണ്ട് 500-600 കൊല്ലം കഴിഞ്ഞിട്ട് കോഴിക്കോട്ട് നിന്നാണ് മുഹീദ്ദീൻ മാല ഉണ്ടായത്. അതും ഇന്ന് ഖാദിരിയ്യ ത്വരീഖത്തിന്റെ ഏർപ്പാടാണ്. മുഹീദ്ദീൻ റാത്തീബ് വേറെയാണ്, മുഹീദ്ദീൻ മാല വേറെയാണ്. മാല കഴിഞ്ഞാൽ പിന്നെ ഇരവ് വേറെയുണ്ട്. ഇതൊന്നും ഷെയ്ഖ് ജീലാനി അറിഞ്ഞിട്ട് പോലുമില്ല. ജീലാനിയുടെ കാലത്ത് മുഹീദ്ദീൻ മൗലിദില്ല, മുഹീദ്ദീൻ മാലയില്ല, മുഹീദ്ദീൻ റാത്തീബില്ല, കുത്തുബിയ്യത്തില്ല, ഇതൊന്നുമില്ല. ഇന്ന് ഖാദിരിയ്യ ത്വരീഖത്തിൽ അതെല്ലാം ഉണ്ട്. ഷെയ്ഖ് ജീലാനി വീക്ഷണപ്രകാരം പടച്ച റബ്ബിന്റെ പടപ്പുകളിൽ ഒരു പടപ്പിനോടും ആവലാതി പോലും വരാൻ പാടില്ല. ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയ ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാന്റെ പടപ്പുകളിൽ ഒരു പടപ്പിനോടും നീ ആവലാതി പോലും പറയരുത്. ഫദാക ഇസ്റാകും മിൻക ബിഹി, അത് നീ റബ്ബിൽ ശിർക്ക് ചെയ്യലാണ്, പങ്കു ചേർക്കലാണ്. ലിഅന്നഹു ലാ ദാറ വലാ നാഫിഅ വലാ മുഅ്തിയ വലാ മാനിഅ ഗൈറുഹു. നൽകുന്നവൻ അല്ല മാത്രം, തടയുന്നവൻ അല്ല മാത്രം, ഉപകാരം ചെയ്യുന്നവൻ അല്ല മാത്രം, ദോഷം നൽകുന്നവൻ അല്ല മാത്രം. അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രം നീ സഹായം അർത്ഥിക്കുക. ഇന്നോ വമൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിവഫതിഹി അജബ്തുഹു മുസ്ലിഅ മിൻ അജ്ലി ദഅവതിഹി ഫൽയദു യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. ഒറ്റക്കിരുന്ന് ശ്രദ്ധ മുഴുവൻ ഷെയ്ഖിലേക്കാക്കി ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി 1000 പ്രാവശ്യം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാം എന്ന് ജീലാനി പറഞ്ഞുവെന്നാണ് കുത്തുബിയ്യത്തിലുള്ളത്. അത് ജീലാനിയുമായി ബന്ധമില്ല. അപ്പൊ ജീലാനിന്റെ പേര് പറയാന്നല്ലാതെ ജീലാനിയുമായോ ജീലാനി ഉണ്ടാക്കിയ ത്വരീഖത്തുമായോ യാതൊരു ബന്ധവും ഇന്ന് ഖാദിരിയ്യ ത്വരീഖത്തിനില്ല. എല്ലാ ത്വരീഖത്തും അങ്ങനെ തന്നെ. റിഫാഇയ്യ ത്വരീഖത്ത് റിഫായി ഷെയ്ഖിന്റെ പേരിലാണ്. പക്ഷേ റിഫായി ഷെയ്ഖിന്റെ വിശ്വാസവും റിഫായി ത്വരീഖത്തിന്റെ വിശ്വാസവും ഒരു ബന്ധവുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഷിയാക്കൾ ഷിഅത്തു അലി, അലിയുടെ പാർട്ടി എന്ന പേര്. അലിയും പാർട്ടിയും വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് ത്വരീഖത്തിന്റെ പോക്ക്. ആ രണ്ട് കാരണങ്ങളാൽ ഒരു ത്വരീഖത്തും സ്വീകാര്യമല്ല. ഖാദിരിയ്യ ത്വരീഖത്താവട്ടെ, റിഫാഇയ്യാവട്ടെ, നഖ്ശബന്ദിയാവട്ടെ, സുഹ്റവർദിയാവട്ടെ, ഐദറൂസിയാവട്ടെ, അക്ബരിയാവട്ടെ, ഏത് ത്വരീഖത്താണെങ്കിലും ശരി, ഒരൊറ്റ ത്വരീഖത്തും സ്വീകാര്യമല്ല. നമുക്ക് ഒറ്റ ത്വരീഖത്തേ ഉള്ളൂ, ആ ത്വരീഖത്തുൽ മുഹമ്മദിയ്യ. മുഹമ്മദ് നബി തങ്ങളുടെ ത്വരീഖത്ത് ഏതാണോ ആ ത്വരീഖത്ത് സ്വീകരിക്കാം. അതല്ലാത്ത ത്വരീഖത്തില്ല. ആ ത്വരീഖത്ത് ശേഷം ആരൊക്കെ പിന്തുടർന്ന് പോന്നുവോ അതൊക്കെ നമുക്ക് പിന്തുടരാം. അതിൽ ആർക്ക് എവിടെ എന്ത് അബദ്ധം സംഭവിച്ചുവോ അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കി
ആ അബദ്ധത്തെ മാറ്റി നിർത്താം. അവർ സ്വീകരിച്ച സുബദ്ധമേതാണോ ആ സുബദ്ധത്തെ പിൻപറ്റാം. ഇനി ഒരു വശം കൂടി പറഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചു, അശ്അരികളെ കണക്കിന് വിമർശിച്ച ആളാണ് ഷെയ്ഖ് ജീലാനി. നമ്മുടെ നാട്ടിൽ സമസ്ത പൊതുവെ അശ്അരി മാതുരീദി രണ്ടാളൊന്നും സ്വീകരിക്കും എന്നാണോ പറയുന്നത്. മഹലിന്റെ ഭരണഘടനയിൽ അശ്അരി മാതുരീദി രണ്ടാളൊന്നും സ്വീകരിക്കുന്നത് എഴുതി ഒപ്പിട്ട് കൊടുക്കണം, എന്നാലേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. ഞങ്ങളൊക്കെ നാട്ടിൽ ഇവിടെ അങ്ങനെ തന്നെ ഇരിക്കും. ആ അശ്അരിയത്തിനെ കണക്കിന് വിമർശിക്കുകയും അശ്അരി വിശ്വാസം ശരിയല്ലെന്ന് പഠിപ്പിക്കുകയും രൂക്ഷമായ ഭാഷയിൽ അശ്അരികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത ആളാണ് ഷെയ്ഖ് ജീലാനി. ആ നിലക്കും ജീലാനിയുടെ മാർഗത്തിലല്ല നമ്മുടെ നാട്ടിലെ അശ്അരി മാർഗം സ്വീകരിക്കുന്നത് പറയുന്ന ആളുകൾ ഉള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അഅലം. ആ അവതരണം ഞാൻ ശ്രദ്ധിച്ചു. ഫൈസൽ മൗലവിക്ക് നന്ദി. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ അവതരണങ്ങളൊക്കെ തുടങ്ങിയത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ത്വരീഖത്ത് ഉണ്ടാക്കൽ ബിദ്അത്താണ്, ഹറാമാണ്, അത് 3 നൂറ്റാണ്ടിൽ ഇല്ലാത്തതാണ്. അപ്പോൾ 490 ജീവിച്ച ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ത്വരീഖത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, ബിദ്അത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അഖീദയിൽ ഒരാൾക്ക് ബിദ്അത്ത് പറ്റിയാൽ അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? അത് തെറ്റല്ലേ? പിന്നെ അദ്ദേഹം ഹംബലി മദ്ഹബ് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ആശയപ്രകാരം മദ്ഹബ് സ്വീകരിക്കാനും പാടില്ല. അഖീദയിലും ഹനാബിലത്തിന്റെ കൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു, അത് വേറെ വിഷയം. എന്നിട്ട് എന്താണ് ബിദ്അത്തിനൊരു പ്രാധാന്യത നിങ്ങൾ നൽകുന്നില്ലേ? നിങ്ങൾ പറഞ്ഞതിന് തന്നെ വൈരുദ്ധ്യമാണല്ലോ പറയുന്നത്. ശരിയാണ്, ജീലാനി തങ്ങൾ ത്വരീഖത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യ കാലത്തൊക്കെ ത്വരീഖത്ത് നല്ല നിലക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല നിലക്ക് പോകാൻ ത്വരീഖത്തിന് പറ്റും. അങ്ങനെ ഒരു ത്വരീഖത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അത് വ്യക്തമായി നിങ്ങൾ പറയൂ. അത് കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് പോകാം. ഇന്നലെ പെണ്ണുങ്ങൾ കേട്ടില്ല, അപ്പോഴും ഫോൺ എപ്പോഴും ഫോൺ എടുത്തുങ്ങൾ, നിങ്ങൾ ഉത്തരം കേൾക്കുന്നേ ഇല്ല. ഒരൊറ്റ ത്വരീഖത്തും പറ്റൂല എന്ന് എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് പിന്നെയും പറയാം അപ്പോൾ പറ്റുമെന്ന് മനസ്സിലായി. ഇത് മുസ്ലിയാക്കന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ, ബാറാക്കും കഴിയും ഇങ്ങനത്തെ ഒരു പരിപാടി. ഒരു ത്വരീഖത്തും പറ്റുകയില്ലാന്ന് അപ്പോഴും ഫോൺ എടുത്തു. എന്താണ് സഹോദരൻ, ഇത് ശ്രദ്ധിക്കുങ്ങളേ. നിങ്ങൾ ഉസ്താദ് മെസ്സേജ് അയക്കണം, ആയിക്കോട്ടെ, കുറച്ച് നോക്കാം. അതായത് ഒരു ത്വരീഖത്തും സ്വീകാര്യമല്ല, ഒരൊറ്റ ത്വരീഖത്തും ശരിയല്ല. നമുക്ക് സ്വീകാര്യമായ ഒരൊറ്റ ത്വരീഖത്തേ ഉള്ളൂ, അതാണ് അത്വരീഖത്തുൽ മുഹമ്മദിയ്യ. മുഹമ്മദ് നബി തങ്ങൾ പഠിപ്പിച്ച ത്വരീഖത്ത് മാർഗം ഏതാണോ ആ മാർഗം, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അതിന് പിന്നെ വേറെ ഷെയ്ഖും മുരീദും ബൈഅത്തും റിയാദയും ആ വക ഏർപ്പാടൊന്നുമില്ല. ഷെയ്ഖ് ജീലാനി ത്വരീഖത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അബദ്ധത്തിലേ പറഞ്ഞല്ലോ, ഒന്നാമത്തെ അബദ്ധത്തിൽ തന്നെ ബഹുമാനായ ഹംസ ഷാക്കിർ ഹിക്കമി അത് പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, സംശയമില്ല. പക്ഷെ അത് ഉണ്ടാക്കിയത് അദ്ദേഹം സ്വീകരിച്ച ഹംബലിയത്തിന് എതിരാണ്. അദ്ദേഹം ഹംബലി അഖീദയാണെന്ന് പറയുന്നു. ഹംബലി അഖീദ പ്രകാരം ഇമാം അഹമ്മദ് അങ്ങനെ ത്വരീഖത്ത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഹംബലി അഖീദയാണ് പറയുക, എന്നാൽ അതിനെതിരായിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് സ്വീകാര്യമല്ല. 2, ആ ഉണ്ടാക്കിയ ത്വരീഖത്ത് തന്നെ ഇന്ന് ഇവിടെ സ്വീകരിക്കുന്ന ത്വരീഖത്തെ അല്ല, ഇന്ന് കൊണ്ടടക്കുന്ന ത്വരീഖത്തും അതും യാതൊരു ബന്ധവുമില്ല. ആ 2 കാരണം കൊണ്ട് സ്വീകാര്യമല്ല. ഞാൻ നേരത്തെ മറുപടി ആരംഭിച്ചത് അങ്ങനെയാണ്, 2 കാരണം കൊണ്ട് സ്വീകാര്യമല്ല, അത് ഇപ്പോഴും വ്യക്തമാക്കുന്നു. പിന്നെ മൂപ്പരുടെ സംശയം, ഇയാള് ഷെയ്ഖ് ജീലാനി ഹംബലി മദ്ഹബ് ഫിഖ്ഹിൽ സ്വീകരിച്ചല്ലോ, അപ്പൊ നിങ്ങൾ നിലപാട് പ്രകാരം അത് തെറ്റല്ലേന്നാ? അത് തെറ്റല്ല. ഒരു മദ്ഹബും സ്വീകരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഒരു മദ്ഹബും തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്നാണ്. സ്വീകരിക്കൽ വേറെ, തഖ്ലീദ് വേറെ. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ അന്ധമായ അനുകരണമാണ്. അന്ധമായ അനുകരണം സ്വീകരിക്കുന്നതല്ല. മദ്ഹബിന്റെ ഇമാമിയങ്ങളൊക്കെ വലിയ പണ്ഡിതന്മാരാണ്. ആ മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളെ തന്നെയാണ് ദീനീ വിഷയങ്ങളിൽ, വിശിഷ്യ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഞങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് തന്നെ. ഞങ്ങളാരും സ്വതന്ത്രമായി മുത്തലക്ക് മുജ്തഹിദായി പോയവരൊന്നുമല്ല. നേരെ മറിച്ച് അന്ധമായ അനുകരണം അത് പാടില്ല. അത് ഹംബലിയോടും പാടില്ല, ഷാഫി മദ്ഹബിനോടും പാടില്ല, ഒന്നിനോടും പാടില്ല. അത് എല്ലാ ഇമാമിങ്ങളും പഠിപ്പിച്ചു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, എന്നെയോ മറ്റുള്ളവരെയോ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദ് മാലികൻ വലൽ ഔസാഇ വലൽ സൗരി. എന്നെയോ ഇമാം മാലിക്കിനെയോ ഇമാം ഔസാഇയോ ഇമാം സൗരിയെയോ ഒരാളെയും ലാ തുഖല്ലിദ്, നീ തഖ്ലീദ് ചെയ്യരുത്, അന്ധമായി അനുകരിക്കരുത്. അത് ഞങ്ങളും പറയുന്നു, അന്ധമായി അനുകരിക്കാൻ പാടില്ല. അതിനർത്ഥം ഈ മദ്ഹബ് മുഴുവൻ പഴിച്ചു എന്നല്ല. അത് കർമ്മശാസ്ത്ര വീക്ഷണ രീതികളാണ് മദ്ഹബുകൾ എന്നത്. ഒരു ആയത്തിൽ നിന്ന് ഒരു ഹദീസിൽ നിന്ന് കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള രീതിശാസ്ത്രം അതാ മദ്ഹബ്. ഇപ്പം എൻ്റെ സ്ഥിരം ക്ലാസ് ഉണ്ട് കർമ്മശാസ്ത്രത്തിൽ. ഹംബലി മദ്ഹബിലെ സാദുൽ മുസ്തഖ്നി എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയ ക്ലാസ്, അത് യൂട്യൂബ് കിട്ടുമെങ്കിൽ ഞങ്ങളാരും എതിരായവരല്ല. പഠിക്കുന്ന ഏതാണ്ട് എല്ലാവരും അത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവർ തന്നെയാണ്. അതിലൊന്നും സലഫിൽ ഒരു കാലത്തും എതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ധമായ അനുകരണം ഹംബലി മദ്ഹബിലുണ്ടോ? എന്നാൽ ഇനി വേറെ ആയത്ത് ദിവസം വന്നാൽ പോലും സ്വീകാര്യമല്ല എന്ന നിലപാടുണ്ടോ? ഇല്ല. ഹംബലി മദ്ഹബിലെ ഒരു വീക്ഷണം വ്യക്തമായ ഹദീസിനെതിരാണെങ്കിൽ, വ്യക്തമായ ആയത്തിനെതിരാണ് എങ്കിൽ
അവിടെ ഹദീസിനാണ് മുൻഗണന, ആയത്തിനാണ് മുൻഗണന, ആ വിഷയത്തിൽ അവർ പറഞ്ഞ അഭിപ്രായം ശരിയല്ല എന്ന് പറയും. അത് ഷാഫി മദ്ഹബ് അങ്ങനെ തന്നെ വേണ്ടത്. നിങ്ങൾ പറയുന്നില്ലെങ്കിലും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. ചെയ്യുന്ന അങ്ങനെ തന്നെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ എത്ര നിലപാടുകളെ ഇവിടെ തള്ളിക്കളഞ്ഞു. എന്നാലും പറയും ഞങ്ങൾ ഷാഫി മദ്ഹബാണെന്ന് പറയും. ആവട്ടെ, ഏതായിരുന്നാലും ഷെയ്ഖ് ജീലാനി ഹംബലി സ്വീകരിച്ചു എന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞതിനെതിരല്ല. ഇനി മാത്രം അദ്ദേഹം ആദ്യം ഷാഫി ആയിരുന്നു, പിന്നെ ഹംബലിക്ക് മാറിന. എനിക്ക് വേറെ കഥണ്ട്, പോട്ടെ. നബിതങ്ങൾ നിർദ്ദേശം കൊടുത്തു ഷാഫി നിൽക്കണ്ട, ഈ ഹംബലിക്ക് പോയിക്കോ, അവിടെ സഹായിച്ചു കൊടുക്കുന്ന നബിതങ്ങൾ നിർദ്ദേശം കൊടുത്തു. അങ്ങനെയാണ് ഹംബലിക്ക് മാറിയിരുന്നാണ് അതൊരു വ്യാഖ്യാനം. എന്നാലും നമ്മുടെ ആളുകൾ ഇപ്പോഴും ഷാഫി നിൽക്കരുതാനും. ആവട്ടെ, അത് വേറെ കാര്യം. എന്തായിരുന്നാലും ഷെയ്ഖ് ജിലാനിയുടെ വിശ്വാസ മേഖലയിൽ 90% ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ളയുടെ വിശ്വാസങ്ങൾ തന്നെയാണ്. വിശിഷ്യ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ നുസൂല്, അവൻ്റെ ഇസ്തിവാ, അവൻ്റെ യദ്, അവൻ്റെ വജ്ഹ് തുടങ്ങി അള്ളാഹിൻ്റെ ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ് എന്നത്, ഇങ്ങനെയുള്ള അന്നത്തെ ഇമാം അഹ്മദും പിഴച്ച സംഘങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിൽ ഇമാം അഹ്മദിൻ്റെ നിലപാടാണ് ഷെയ്ഖ് ജിലാനി സ്വീകരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇമാം അഹ്മദിൻ്റെ അഖീദ സ്വീകരിക്കാത്ത ഒരാൾ വലിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ മാ കാന വലായകൂനു, അത് ഉണ്ടായിട്ടില്ല, അവിടെ ഉണ്ടാവുകയുമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ്. എന്നാൽ 10% വിഷയങ്ങളിൽ അതിന് വിഘാതമായ മാർഗങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അത് ഏതു മനുഷ്യനും സംഭവിക്കാവുന്നതാണ്. അതിനർത്ഥം അവന് പഴിച്ചുപോയി മുബ്തദിയാണ് എന്നല്ല. അവർക്ക് അബദ്ധം പറ്റിയെങ്കിൽ അല്ലാഹു തആല അത് തീരുമാനം കൽപ്പിക്കും, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഅ്സൂമിങ്ങളല്ല, തെറ്റുപറ്റാത്തവരല്ല, പാപസുരക്ഷിതരല്ല എന്ന് തീർച്ചയാണല്ലോ. അതാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. വല്ലാഹു അഅലം. അത് രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പഠിപ്പിച്ച ത്വരീഖത്തിലും മദ്ഹബിലുമല്ല നിലവിലുള്ള ഖാദിരിയ ത്വരീഖത്തുകാർ ഉള്ളത് എന്നും, യഥാർത്ഥത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് പഠിപ്പിച്ച അസ്ല് വെച്ച് നോക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ആളുകളൊക്കെ ഷിർക്കിലാണെന്നാണ്. കാരണം അസ്ബാബുകളെ ഉപയോഗപ്പെടുത്തൽ പോലും ഷിർക്കാണെന്ന് പറയുമ്പോൾ സബബുകൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് തന്നെ ചോദിക്കുക എന്ന് പറയുന്നത് പോലും മുഹിയുദ്ദീൻ ഷെയ്ഖിന് ഇഷ്ടമുള്ള കാര്യമല്ല എന്നും, കുത്തുബിയ്യത്തുകാരനും അതുപോലെ തന്നെ മറ്റു മാലപ്പാട്ടുകാരൊക്കെ പറയുന്നത് പോലെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെങ്ങാനും ഹാളിറാകാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ത്വരീഖത്തിൻ്റെ ആളുകളെ ആദ്യം നിഷേധിക്കൽ അദ്ദേഹം തന്നെയായിരിക്കുമെന്നതാണ് ഈ വിഷയത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം അശ്അരിയത്തിനെയും മാതുരീദിയത്തിനെയും ഇത്തരത്തിലുള്ള എല്ലാ പിഴച്ചുപോയ വാദങ്ങളെയും ശക്തമായി എതിർത്തിരുന്ന ആളുകൂടിയാണ് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. ഇനി അടുത്താക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്.